പാടുന്ന പെട്ടിയെ പറ്റി മോനെ പഠിപ്പിക്കുന്ന മാഷ് പറഞ്ഞു. പാടുന്ന പട്ടിയോ? അത് കേട്ടപ്പോ മോനൊരാഗ്രഹം, പാടുന്ന പെട്ടി ഒന്ന് കാണണമെന്ന്. വേണം, പാടുന്ന പെട്ടി കാണണം. കണ്ടില്ലേ, ഈ വാശി കാലത്തെ തുടങ്ങിയതാ. കാലത്തല്ല, ഇവൻ ജനിച്ചപ്പോഴേ വാശിക്കാരനാ. താൻ ഒരു പാട്ടുപെട്ടി സംഘടിപ്പിച്ച മോനെ കാണിക്കാൻ. അത് ഞാൻ. എന്താ ഒരു സംശയവും മടിയും? പറഞ്ഞാൽ അത് കൊണ്ടുവരണം, മനസ്സിലായോ? നാട്ടിലെ മാഷന്മാരെ ഓരോന്ന് പറയും, അത് കേട്ട താളത്തിന് തുള്ളാൻ കുറെ മണ്ടന്മാരും. പാടുന്ന പെട്ടി കിട്ടിയില്ലെന്ന് തുള്ളൽക്കാരോട് പറഞ്ഞാലോ? ബെസ്റ്റ്. കടിയനോട് അങ്ങനെ പറഞ്ഞാലത്തെ സ്ഥിതി തനിക്ക് അറിയില്ലേ? ശരിയാ, പിന്നെ കടിയൻ തന്റെ മുതുകത്തെ താളം പിടിക്കും, പാട്ട് തന്റെ വകയാകും. ഒരു വഴിയുണ്ട്. പാടുന്ന എലികൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ ഉഷാറായിട്ട് പാടും. എന്നാൽ അവനെ വിളിക്ക. പാട്ടലിപ്പയ്യൻ വരുന്നുണ്ട്, ആദ്യം ഒന്ന് പാടിച്ചു നോക്കണം. മോനി പെട്ടിക്കകത്ത് കയറി ഇരിക്കണം, എന്നിട്ട് പെട്ടിയിൽ തട്ടുമ്പോൾ പാടണം. ഒരു കുരുത്തം കെട്ട പയ്യനെ കേൾപ്പിക്കാനാ. പെട്ടി പാടുന്നതായേ തോന്നാവൂ. മോൻ പുറത്തു വരരുത്. ശരി. തട്ടിയാൽ പെട്ടി പാട്ട് പാടുമെന്നോ? നോക്കട്ടെ. പാടും ചേട്ടാ. ചിന്ന ചിന്ന പൂച്ച, എലി പിടിക്കും പൂച്ച. ഈ പെട്ടിക്ക് എന്റെ കൂടെ പഠിക്കുന്ന കൂർക്കൂലിയുടെ ശബ്ദമാ. എലിപ്പയ്യൻ ഇവന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അത് പിന്നെ സാങ്കേതിക വിദ്യ വികസിച്ചത് കൊണ്ടാ. പോയിട്ട് ഉച്ചയ്ക്ക് വരാം, പാട്ടുപെട്ടി തിരിച്ചു കൊടുക്കണം. എടോ നിൽക്ക, ചതിച്ചു. അകത്തെ എലിയാണെന്ന് മണ്ടന് പിടികിട്ടി കാണും. മോനെ ഒരാഗ്രഹം, ഇതുപോലെ മോന്റെ കൂടെ പഠിക്കുന്ന എല്ലാ പിള്ളേരുടെയും ശബ്ദമുള്ള പാട്ടുപെട്ടി വേണമെന്ന്.